പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ ഇടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കേവലം 2 ആഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത്, നിൽക്കുന്നത്. പക്ഷേ ഈ 2 ആഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധൻ ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ്. എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളറിയണം, ഗാംബ്ലിംഗ്, ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത, ഭൂമി ക്രയവിക്രയങ്ങൾ, ഏജൻറ്റ്, ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക, ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ. പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം, ആ ലോട്ടറി ലഭിക്കുവാനുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതിനാൽ കേവലം 14 ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ്. ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു. ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബുധൻ ഇവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു. എന്നാൽ ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ബുധൻ നമുക്കിതാ 2025 മെയ് 23 മുതൽ ജൂൺ 6 വരെയുള്ള 1200 ഇടവമാസം 9-ാം തീയതി മുതൽ ഇടവമാസം 23-ാം തീയതി വരെയുള്ള കേവലം 14 ദിനങ്ങൾ, 2 ആഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ചാരവശാൽ ബുധൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ എപ്രകാരം മിഥുനം രാശിക്കാരെ ബാധിക്കുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ബുധൻ ചാരവശാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഇടവൻ രാശിയിൽ നിൽക്കുന്നു, 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഭാവമാകുന്നു 11-ാം ഭാവം. അതിനു മുമ്പ് കർക്കിടക രാശി എന്താണെന്ന് നിങ്ങൾ അറിയണം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രം ഉൾപ്പെടുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ബുധൻ വളരെ അനുകൂലമായി 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് വളരെ ഗുണമാണ്. സലാഭഹ എന്നാണ് വരാഹമിഹിര ആചാര്യൻ സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ചമത്കാരി ചിന്താമണിയിൽ വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് 11-ലെ ബുധന്. വിനാ ലാഭഭാവേ സ്ഥിതം ഭേഷജാതം ന ലാഭോ ന ലാവണ്യമാണിന്യമസ്തി കുത കന്യകോദ്വാഹ ദാനം ച ദേയം കഥം ഭൂസുരാ ത്യക്തതൃഷ്ണ ഭവന്തി. 11-ൽ ബുധൻ നിന്നില്ലെങ്കിൽ ലാഭം 11-ാം ഭാവമാണ്. ലാഭഭാവത്തിൽ 11-ാം ഭാവത്തിൽ ബുധൻ നിന്നില്ലെങ്കിൽ എങ്ങനെ കന്യകമാർ തൻ്റെ മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കും? ജാതകന് നല്ല ഭാഗ്യമുണ്ടാവുകയുള്ളൂ, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ, നല്ല മനോഹരമായ ശരീരത്തോടു കൂടി ഇരിക്കുകയുള്ളൂ. അതിനാൽ വളരെ നല്ല ഫലമാണ് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ചെയ്യുന്നത്. ബുധൻ്റെ ആശ്രയഫലവും വളരെ നല്ലതാണ്. സജ്ഞപ്രസ്ഥിതമാക്യമർത്ഥനിപുണം സൗഭാഗ്യ കീർത്തിന്വിതം. എല്ലാ സൗഭാഗ്യവും കീർത്തിയും ലഭിക്കുന്നു ഒരു വ്യക്തിക്ക്. സജ്ഞ, അയാൾ അറിവ് നേടുന്നു. പ്രസ്ഥിതവാക്യം, അയാൾ തൻ്റെ വാക്കിനെപ്പോഴും വില കൽപ്പിക്കുന്നു. അർത്ഥനിപുണം, എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാം എന്ന വിഷയമൊക്കെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കർക്കിടക രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. ഇവിടെ 12-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കർക്കിടക രാശിക്കാർക്ക്. രാഹു അഷ്ടമത്തിലും വന്നു. എങ്കിലും ഈ 11-ാം ഭാവത്തിൽ 14 ദിവസക്കാലമുള്ള ബുധൻ്റെ അവസ്ഥ വളരെ പോസിറ്റീവായ മാറ്റങ്ങളെ പ്രദാനം ചെയ്യും. ആർക്ക്? കർക്കിടകം രാശിക്കാർക്ക്. നല്ല ഭാവമാണ്. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ല ഭാവമാകുന്നു 11-ാം ഭാവം. അത് ഉപജയ ഭാവവുമാകുന്നു. ഇവിടെ ബുധന് 2 ഭാവങ്ങളുടെ കാരകത്വമാണ്. ഒന്ന്, 3-ാം ഭാവാധിപത്യം. തൻ്റെ നല്ല സഹായികൾ, സഹോദരങ്ങൾ, തൻ്റെ ധൈര്യം, തൻ്റെ ബുദ്ധി,
ഇതൊക്കെ ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബുധൻ 11ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 5ാം ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ സന്താന വിഷയത്തിന് ഏറ്റവും അനുകൂലമായ വിഷയമാണ്. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് സന്താനവതിയായ ചൊവ്വ ജൂൺ 6ാം തീയതി മുതൽ ബലവാനായി 2ാം ഭാവത്തിലേക്ക് വരികയാണ്, നീചസ്ഥിതി കഴിഞ്ഞ് വരികയാണ്. അതിനാൽ സന്താന ഭാവത്തിലേക്ക് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് വൈദ്യരെ, ഡോക്ടറെ കാണിക്കൊണ്ടുന്ന സമയമാകുന്നു. മുത്തച്ഛനും മുത്തശ്ശിക്കും ചെറുമക്കളെ കാണുവാനുള്ള ഒരു നല്ല സമയവും കൂടി വരുന്നുണ്ട്. ഈ ബുധൻ 12ാം ഭാവാധിപത്യമുണ്ട്. അതിനാൽ ശാരീരികമായി സ്കിൻ പ്രോബ്ലംസും വലത്തെ ചെവിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളും ശ്രദ്ധിക്കണം എന്നുകൂടി ഒരു വിലപ്പെട്ട ഉപദേശം നൽകുന്നു. നന്നായി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഃ എന്ന മന്ത്രം ജപിക്കാം. അപ്രകാരം തന്നെ വളരെ നന്നായി അടുത്തുള്ള നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. നന്ദി, നമസ്കാരം.